ഇൻസ്റ്റഗ്രാമിലും മറ്റും വൈറലായ ഏറെ രസകരമായ ഒരു ചലച്ചിത്രത്തിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കഴിയുമെങ്കിൽ ഹൈപ്പ് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ വിശദമായ കഥയിലേക്ക് പോകാം. കഥ ആരംഭിക്കുന്നത് ജുവാൻ എന്ന ദരിദ്രനായ യുവാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. സ്വന്തം അപ്പാർട്ട്മെന്റിന്റെ വാടക പോലും കൊടുക്കാൻ കഴിയാത്തത്ര ദരിദ്രനായിരുന്നു അവൻ. ആളൊരു ചിത്രകാരനാണ്. പെയിന്റിങ്ങുകളിൽ നിന്ന് ചെറിയ വരുമാനം ലഭിക്കാറുണ്ടെങ്കിലും വിശപ്പടക്കാൻ പോലും അവനത് തികയുമായിരുന്നില്ല. അന്ന് തെരുവോരത്ത് നിന്ന് അവൻ സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ പോർട്രേറ്റ് വരയ്ക്കുകയാണ്. അവൻ ആ ചിത്രം പൂർത്തിയാക്കിയതും ആ പെൺകുട്ടി അത്ഭുതപ്പെട്ടു. അത്രമേൽ മികവാർന്ന രീതിയിലായിരുന്നു അവനത് വരച്ചിരുന്നത്. പിന്നാലെ അവനടുത്ത ചിത്രം വരയ്ക്കാൻ ആരംഭിച്ചു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരാഡംബര കാർ വന്ന് നിന്നത്. അതിനകത്ത് ആ ഗ്രാമത്തിലെ ഏറ്റവും ധനികനായ വ്യക്തി ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അയാൾക്കൊപ്പം ഉണ്ടായിരുന്നത് അവന്റെ മുൻ കാമുകിയാണ്. ആ ധനികൻ ജുവാന്റെ മുൻ കാമുകിയുടെ മുന്നിൽ വെച്ച് അവനെ മനഃപൂർവ്വം അപമാനിച്ചു. അവന്റെ നേരെ പണമെറിഞ്ഞുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, ദാ ഇത് വെച്ചോ, നിന്റെ ഒരു ദിവസത്തെ സമ്പാദ്യത്തെക്കാൾ കൂടുതലുണ്ട്. തുടർന്നയാൾ ജുവാന്റെ മുഖത്തു നോക്കി പരിഹസിച്ച് ചിരിച്ചു. അപമാനിതനായ ജുവാൻ തന്റെ പഴയ വസ്ത്രങ്ങളിൽ സാധനങ്ങളെല്ലാം ഒതുക്കി വെച്ച് അവിടെ നിന്ന് എഴുന്നേറ്റുപോയി. അവൻ തന്റെ വണ്ടിക്കടുത്തെത്തി. ഒരു വശത്തുനിന്ന് തകർന്നു തുടങ്ങിയ പഴയൊരു വണ്ടിയായിരുന്നു അത്. ഒരു തരത്തിൽ അതെടുത്ത് അവൻ അവിടെ നിന്ന് യാത്ര തുടങ്ങി. സത്യത്തിൽ അവൻ ആ വണ്ടി ഓടിക്കുവാണോ അതോ വണ്ടി അവൻ തള്ളിക്കൊണ്ടുപോകുവാണോ എന്ന തരത്തിൽ മനസ്സിലാക്കാൻ പോലും പ്രയാസമായിരുന്നു. ആർട്ടിസ്റ്റുകളും ഗാലറി ഉടമകളും ചിത്രകാരന്മാരും താമസിക്കുന്ന തന്റെ ഗ്രാമത്തിലേക്ക് ജുവാൻ മടങ്ങിയെത്തി. തികച്ചും കലാകാരന്മാരുടെ ഒരു കേന്ദ്രമാണ് അവിടം. വീട്ടിലേക്ക് പോകും വഴി അവന്റെ വീട്ടുടമസ്ഥൻ അവനെ തടഞ്ഞു നിർത്തി. അവനോട് ബാക്കി വാടക ചോദിച്ചു. മനം മടുത്തിരുന്ന ജുവാൻ തന്റെ കയ്യിലുണ്ടായിരുന്ന പണമെടുത്ത് വാടക പണം അയാളുടെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുത്തു. പക്ഷെ പോകുന്നതിന് മുമ്പ് ആ വീട്ടുടമസ്ഥൻ പറഞ്ഞു, ഇത് കഴിഞ്ഞ മാസത്തെ പണത്തിനെ തികയൂ. ഈ മാസത്തെ വാടക ഇനിയും തരാനുണ്ട്, പിന്നീട് തരാം എന്ന് ജുവാൻ ശാന്തമായി മറുപടി നൽകി. ഇത് കേട്ട് ദേഷ്യം വന്ന വീട്ടുടമസ്ഥൻ ജുവാന്റെ നേരെ ഒരു പ്ലാസ്റ്റിക് വെള്ളക്കുപ്പി എറിഞ്ഞു. ജുവാനും ആ കുപ്പിയെടുത്ത് തിരിച്ചെറിയും എന്നല്ലേ നിങ്ങൾക്ക് തോന്നിയത്? പക്ഷേ അങ്ങനല്ല സംഭവിച്ചത്. ജുവാൻ ആ കുപ്പിയെടുത്ത് ചവിട്ടി മെതിച്ചു. പിന്നാലെ മാസാവസാനം വിൽക്കാൻ വേണ്ടി ശേഖരിച്ചു വെച്ചിരിക്കുന്ന തന്റെ പ്ലാസ്റ്റിക് കുപ്പികളുടെ കൂട്ടത്തിലേക്ക് അതിടുകയും ചെയ്തു. അത് കണ്ട് വീട്ടുടമസ്ഥൻ പരിഹസിച്ചു. ദരിദ്രന്റെ യുക്തിയും അഹങ്കാരവുമൊക്കെ ദേ ഇത്രയുമുള്ളൂ. ജുവാൻ പ്ലാസ്റ്റിക്കും ക്യാനുകളും ശേഖരിക്കുന്നതിനെ അയാൾ കളിയാക്കി. പിന്നീട് ജുവാൻ തന്റെ സ്വപ്ന ഗാലറിയിലേക്ക് ചെന്നു. ഒരു ദിവസം തന്റെ ചിത്രങ്ങൾ അവിടെ പ്രദർശിപ്പിക്കണം എന്നാണ് അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം. പതിവ് പോലെ അവൻ ആ ഗാലറി ഉടമയോട് തന്റെ ചിത്രങ്ങൾ സ്പോൺസർ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ കയ്യിൽ ചെറിയൊരു തുക നൽകി. എന്നാൽ ഗാലറി ഉടമ അവനെ നോക്കി ചിരിക്കുകയായിരുന്നു ചെയ്തത്. അയാൾ പറഞ്ഞു, ഇതിവിടുത്തെ ഒരു സ്ക്വയർ ഫീറ്റർ സ്ഥലത്തിന് പോലും തികയില്ല. അയാൾ അവിടെ നിന്നും ജുവാനെ വിട്ട് മുകളിലേക്ക് പോയി. ജുവാൻ അയാളുടെ പിന്നാലെ ചെന്ന് തന്റെ ചിത്രങ്ങളൊന്ന് കാണണമെന്ന് അപേക്ഷിച്ചു. എന്നാൽ അയാൾ വളരെ തണുപ്പം മട്ടി പറഞ്ഞു, നിന്റെ കല വെറുമൊരു ചരക്കാണ് ജുവാൻ, അത് വിറ്റുപോകണ്ടേ? ജുവാൻ സ്വയം ന്യായീകരിക്കാൻ ശ്രമിച്ചു. ഞാനിപ്പോ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട്. എന്റെ കാമുകി ടിയാൻ പോലും അതിൽ ആകൃഷ്ടയായി. ടിയാൻ ആർട്ടിലൊക്കെ വളരെ സെൻസുള്ള ഒരു പെണ്ണാണ്. പിന്നാലെ അവനൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു, ടിയാൻ അന്ധ കൂടിയാണ് കേട്ടോ. സത്യത്തിൽ കണ്ണുകൾക്കുള്ള ചില പ്രശ്നങ്ങൾ കാരണം വർഷങ്ങൾക്ക് മുമ്പ് അവൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടതാ. ഗാലറി ഉടമ അത് കേട്ടതും പരിഹസിച്ചു. അപ്പോ നീ നിന്റെ അന്ധിയായ കാമുകിയുടെ വാക്കുകളാണോ വിശ്വസിക്കുന്നത്? നിനക്ക് ഭ്രാന്താണ്. തുടർന്ന് അവിടെയുള്ള ഒരു ഉരുളക്കിഴങ്ങിന്റെ ചിത്രത്തിന് നേരെ വിരൽ ചൂണ്ടി അയാൾ പറഞ്ഞു, ദേ ആ ചിത്രം നോക്കിക്കേ, ഇത് കാണുമ്പോ എനിക്ക് വിശക്കാൻ തുടങ്ങും. അത്രയേറെ ജീവസുറ്റതായി ഇത്. അത് കേട്ടതും ജുവാന്റെ ഹൃദയം തകർന്നു. അവനൊന്നും സംസാരിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ടിയാന് കാഴ്ചയില്ലാത്തതുകൊണ്ട് അവളൊരു മസാജ് സെന്ററിൽ തെറാപ്പിസ്റ്റായാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ആ ജോലി അവളെ വളരെ വലിയൊരു അപകടത്തിലായിരുന്നു കൊണ്ടെത്തിച്ചതും. ആളുകൾ അവളുടെ അന്ധത മുതലെടുക്കാൻ ശ്രമിച്ചു. അവൾ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ അവളുടെ ശരീരത്തിൽ അവർ കൈവച്ചു. ഒരു ദിവസം അങ്ങോട്ടേക്കെത്തിയ ജുവാൻ അവൾ അപമാനിക്കപ്പെടുന്നത് കണ്ടു. ഉടൻ തന്നെ അവൻ അതിന് പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു. അവളെ ഉപദ്രവിച്ചവരോട് അവർ ടിയാനോട് ചെയ്തതുപോലെ തന്നെ അവൻ തിരിച്ചു ചെയ്തു. അവരുടെ ശരീരത്തിൽ കൈവച്ചു. എന്നിട്ട് അവൻ അവരോട് പറഞ്ഞു, ഇപ്പൊ മനസ്സിലായോ ഇങ്ങനൊക്കെ പ്രവർത്തിക്കുമ്പോ ആ പാവം പെൺകുട്ടിക്ക് എന്താ തോന്നിയിരിക്കുകയെന്ന്? അവർ പശ്ചാത്തപിക്കും എന്നായിരുന്നു അവൻ കരുതിയത്. പക്ഷേ അവരെ ഇരുവരും ചേർന്ന് ജുവാനെ ക്രൂരമായി മർദ്ദിച്ചു.
മർദ്ദനമേറ്റ ശേഷം ജുവാനും ടിയാനും ഒന്നിച്ച് അപ്പാർട്ട്മെന്റിലേക്ക് പോയി. അവിടെ വെച്ച് അവൾ അവന്റെ മുറിവുകളിൽ മരുന്ന് പുരട്ടി കൊടുത്തു. ജുവാൻ പൊങ്ങച്ചം പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ അവരെ ഒട്ടും ദയയില്ലാതെ തല്ലിച്ചതച്ചു. ആക്രമിച്ചവരുടെ നിലവിളി കേട്ടിരുന്ന ടിയാൻ പറഞ്ഞു, അതെ അതെ, അവർ വേദന കൊണ്ട് നിലവിളിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. എന്നാൽ സത്യത്തിൽ ജുവാനാണ് നിലവിളിച്ചതെന്ന് അവൾക്കറിയേയില്ലായിരുന്നു. പിന്നീട് ജുവാൻ അവൾക്കൊരു സമ്മാനം നൽകി. ഒരു ജോഡി ഷൂസായിരുന്നു അത്. ടിയാൻ അത് വളരെ ഇഷ്ടപ്പെട്ടു. അവർ രണ്ടുപേരും കുറച്ചുനേരം ഒന്നിച്ച് നൃത്തം ചെയ്തു. ജുവാൻ അവളെ ചുംബിക്കാൻ ഞാൻ അടുത്തു ചെന്നപ്പോ മുറിയിൽ മറ്റാരോ ഉള്ളതുപോലെ പെട്ടെന്ന് ടിയാൻ അനുഭവപ്പെട്ടു. ആരാ അത് എന്ന് അവൾ ചോദിച്ചു. അത് ജുവാന്റെ വീട് വിട്ടിറങ്ങിയ ഒരു സുഹൃത്തായിരുന്നു. അവനിനി മുതൽ എന്റെ കൂടെ എവിടെയായിരിക്കും താമസിക്കുക എന്ന് ജുവാൻ പെട്ടെന്ന് കള്ളം പറഞ്ഞു. പിന്നാലെ തന്റെ സുഹൃത്തിനോട് കണ്ണുകളടയ്ക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ടിയാൻ അത് കേട്ടതുമാക്കി അസ്വസ്ഥത തോന്നി. അവൾ അവിടെ നിന്ന് പിന്മാറി. പിന്നീട് ജുവാനും അവന്റെ സുഹൃത്തും മദ്യപിക്കാൻ അപ്പാർട്ട്മെന്റിന്റെ ടെറസിലേക്ക് പോയി. അവർ അബോധാവസ്ഥയിലാകുന്നതുവരെ മദ്യപിച്ചു. പെട്ടെന്ന് ഒരു ബഹിരാകാശ പേടകം അവർക്ക് മുകളിലായി പ്രത്യക്ഷപ്പെട്ടു. ജുവാൻ ഞെട്ടിയുണർന്ന് സുഹൃത്തിനെ വിളിച്ചുണർത്താൻ ശ്രമിച്ചു. എന്നാൽ അവനാകട്ടെ പൂർണ്ണമായും അബോധാവസ്ഥയിലായിരുന്നു. ആ ബഹിരാകാശ പേടകം അവരുടെ പ്രദേശത്തിന് മുകളിലായി വട്ടമിട്ട് പറക്കുകയാണ്. ഒരു കാർട്ടൂൺ കഥാപാത്രത്തെ പോലെയുള്ള ഒരു അന്യഗ്രഹ ജീവി ആ പേടകത്തിൽ നിന്നിറങ്ങി വരുന്നത് ജുവാൻ നോക്കിക്കണ്ടു. അവൾ തന്നോടൊപ്പം ഇറങ്ങിയ മറ്റ് രണ്ടുപേർക്ക് നേരെ വിരൽ ചൂണ്ടുന്നുണ്ടായിരുന്നു. അവർ എന്തോ വരയ്ക്കാൻ വന്നതാണെന്ന് തോന്നുന്നു. ജുവാൻ അവരുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. എന്നാൽ മണ്ടനായ അവനാകട്ടെ ഫ്ലാഷ് ഓഫ് ചെയ്യാൻ മറന്നുപോയിരുന്നു. ആ അന്യഗ്രഹ ജീവികൾ അവനെ കാണുകയും നിമിഷങ്ങൾക്കകം ബഹിരാകാശ പേടകവുമായി അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. പക്ഷേ എന്നാൽ അവർ എന്തോ അവിടെ മറന്നുവെച്ചുപോയതായി ജുവാൻ കണ്ടു. അവൻ ചെന്ന് നോക്കുമ്പോ അതൊരു പെൻസിലായിരുന്നു. ഒരു ചിത്രകാരനായതുകൊണ്ട് തന്നെ അവനതെടുത്ത് സൂക്ഷിക്കുകയും വീണ്ടും ഉറങ്ങാൻ പോവുകയും ചെയ്തു. അടുത്ത ദിവസം രാവിലെ അവൻ ഭയത്തോടെയാണ് ഉണർന്നത്. നടന്ന കാര്യങ്ങളൊക്കെ അവൻ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. പിന്നാലെ അവൻ തന്റെ സുഹൃത്തിനോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് ഞെട്ടിച്ചുകൊണ്ട് സുഹൃത്ത് അവൻ പറയാൻ വന്ന കാര്യം പൂർത്തിയാക്കി. സുഹൃത്തും അതൊക്കെ കണ്ടിട്ടുണ്ടാകും എന്ന് കരുതി ജുവാൻ അത്ഭുതപ്പെട്ടു. എന്നാൽ ഉറക്കത്തിൽ ജുവാൻ ഇതൊക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു എന്നാണ് സുഹൃത്ത് പറഞ്ഞത്. ഉറങ്ങുന്നതിന് മുമ്പ് ജുവാൻ 3 അന്യഗ്രഹ ജീവികളുടെ ചിത്രവും വരച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം അവന്റെ തോന്നലാണെന്നും മദ്യത്തിന്റെ കെട്ടിറങ്ങിയിട്ടില്ലല്ലേ എന്ന മട്ടിലുമായിരുന്നു സുഹൃത്ത് പറഞ്ഞത്. സുഹൃത്ത് എന്തായാലും താൻ പറയുന്നത് വിശ്വസിക്കില്ല എന്ന് ജുവാന് ബോധ്യപ്പെട്ടു. എന്തായാലും അന്ന് പതിവ് പോലെ അതൊക്കെ കഴിഞ്ഞ് ജുവാൻ റോഡിൽ ചിത്രം വരയ്ക്കാനായി പോയി. അവന്റെ പക്കലുണ്ടായിരുന്ന ചായം ഒരു ചിത്രം വരച്ചുകൊണ്ടിരിക്കെ തീർന്നുപോയി. അനുയോജ്യമായ നിറം കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോ തലേ രാത്രി കിട്ടിയ അന്യഗ്രഹ ജീവികളുടെ അടുത്ത് നിന്ന് ഉപേക്ഷിക്കപ്പെട്ട ആ പേന അവൻ കണ്ടു. അവൻ അതെടുത്ത് കൂർപ്പിച്ച് ഒരു പേപ്പറിൽ പരീക്ഷിച്ചു. പെട്ടെന്ന് ഒരു അത്ഭുതം സംഭവിക്കുകയായിരുന്നു. അവൻ വരച്ച ചിത്രം ഒരു യാഥാർത്ഥ്യമായി മാറി. പേപ്പറിൽ നിന്ന് ഒരു കല്ല് പുറത്തേക്ക് ചാടി. അതോടെ അത് ഉറപ്പിക്കാൻ അവൻ ആ പേപ്പറിൽ ഒരു ആപ്പിളിന്റെ ചിത്രം വരച്ചു. പെട്ടെന്ന് അതും യാഥാർത്ഥ്യമായി മാറി. സന്തോഷത്തോടെ അവൻ ആ ആപ്പിൾ കഴിച്ചു നോക്കി. അത് തികച്ചും ഒറിജിനലാണെന്ന് മനസ്സിലായതും വളരെയധികം ആവേശഭരിതനായി അവൻ ആ ആപ്പിൾ പോക്കറ്റിലിട്ട് തന്റെ പെൻസിലും മറ്റു വസ്തുക്കളും എടുത്ത് ആവേശഭരിതനായി തന്റെ സുഹൃത്തിനെ കാണാൻ ഓടി. പിന്നാലെ സുഹൃത്തിനടുത്തെത്തി ആ കല്ലും ആപ്പിളിന്റെ ബാക്കി ഭാഗവും ഒക്കെ കാണിച്ചു കൊടുത്ത് താനാണിത് സൃഷ്ടിച്ചത് എന്ന് പറയുകയും ചെയ്തു. പക്ഷെ സുഹൃത്ത് അവന് വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ ആ ആപ്പിള് തിന്നുകൊണ്ട് പറഞ്ഞു, നീ എന്ത് ഭ്രാന്തായി പറയുന്നേ, നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ, നീ ഹോസ്പിറ്റലിൽ പോയേ. ജുവാൻ സുഹൃത്തിനോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചു. സുഹൃത്ത് തെളിവ് ആവശ്യപ്പെട്ടപ്പോ ജുവാൻ പേപ്പർ എടുത്ത് അതിൽ ആ പെൻസിൽ കൊണ്ട് ഒരു സ്വർണ്ണക്കട്ട വരച്ചു. എന്നാൽ ആ ചിത്രം പെട്ടെന്ന് യാഥാർത്ഥ്യമായില്ല. സുഹൃത്ത് അവനെ പരിഹസിച്ചുകൊണ്ട് ആ പേപ്പർ ജനലിലൂടെ പുറത്തേക്ക് എറിഞ്ഞു. പെട്ടെന്ന് ഒരു വൃദ്ധൻ ഉറക്കെ നിലവിളിക്കുന്നത് കേട്ടു. ആ പേപ്പർ വന്ന് വീണതാകട്ടെ അയാളുടെ തലയിലായിരുന്നു. തന്റെ നേരെ എന്തിനാ കല്ലെറിഞ്ഞതെന്ന് ചോദിച്ച് അയാൾ ആ കെട്ടിടത്തിലുള്ള അവരെ നോക്കി വഴക്ക് പറയാൻ തുടങ്ങി. അപ്പോഴാണ് തന്റെ മേത്ത് വീണത് എന്താണെന്ന് അയാൾ നോക്കിയത്. നിലത്ത് കിടക്കുന്നത് ഒരു സ്വർണ്ണക്കട്ടയാണ്. അയാൾ ഒട്ടും മടിച്ചില്ല. വേഗം അതെടുത്ത് പോക്കറ്റിലിട്ട് ഒന്നും സംഭവിക്കാതെ പോവാൻ തുടങ്ങി. അപ്പോൾ ജുവാന്റെ സുഹൃത്തിന് ഒരു കാര്യം ബോധ്യപ്പെട്ടു. ജുവാൻ പറഞ്ഞതത്രയും സത്യമാണ്. അതോടെ അവൻ ജുവാനോട് ഒരു വലിയ സ്വർണ്ണക്കട്ട വരയ്ക്കാൻ ആവശ്യപ്പെട്ടു. ജുവാൻ അത് വരച്ചു. അത് യാഥാർത്ഥ്യമായി മാറി. അവർ ഇരുവരും ചെറിയൊരു മുറിയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് താമസിക്കാനായി വലിയൊരു വീട് വരയ്ക്കാൻ, ഒരു കൊട്ടാരം തന്നെ വരയ്ക്കാൻ സുഹൃത്ത് പറഞ്ഞു. ജുവാൻ ഒരു വലിയ കൊട്ടാരം വരച്ചു. പെട്ടെന്ന് ആ നഗരത്തിന് നടുവിലായി ആ കൊട്ടാരം പ്രത്യക്ഷപ്പെട്ടു. ആളുകളും പോലീസും അടക്കം അതൊക്കെ കണ്ട് ഞെട്ടിപ്പോയി. വിവരമറിഞ്ഞെത്തിയ പോലീസുകാർ ആശയക്കുഴപ്പത്തോട് ചോദിച്ചു, 5 മിനിറ്റ് മുമ്പ് ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നതാണല്ലോ, ഇത്രയും വലിയൊരു കൊട്ടാരം എങ്ങനെ ഇവിടെ വന്നു? ഓഫീസർമാർ കൊട്ടാരത്തിന്റെ വാതിൽ തുറക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് ജുവാനും സുഹൃത്തിനും തങ്ങൾക്ക് പറ്റിയ അമളി മനസ്സിലാകുന്നത്. ഇത് വലിയ പ്രശ്നമാകും. ജുവാനുടൻ ആ ചിത്രം മായ്ക്കാൻ ശ്രമിച്ചു. എന്നാൽ അതെങ്ങനെ ചെയ്യണമെന്നവൻ അറിയില്ലായിരുന്നു. പിന്നീട്
ആ പെൻസിലിൽ അനാവശ്യ ചിത്രങ്ങൾ മാറ്റാൻ പറ്റുന്ന ഒരു ബട്ടൺ അവൻ കണ്ടെത്തി. അവൻ ആ ബട്ടൺ അമർത്തിയപ്പോ കൊട്ടാരത്തിന്റെ ചിത്രം മാഞ്ഞു. കൊട്ടാരം എല്ലാവരുടെയും മുന്നിൽ നിന്നും അപ്രത്യക്ഷമായി. ആളുകള് അതോടെ വീണ്ടും അത്ഭുതപ്പെട്ടു. പക്ഷെ അവർ അതൊരു മാജിക്കായേ കണ്ടിരുന്നുള്ളൂ. മുറിയിൽ തിരിച്ചെത്തിയപ്പോ ജുവാന്റെ സുഹൃത്ത് പറഞ്ഞു, നമുക്ക് ഒരുപാട് പണമുണ്ടാക്കണം, അത്രയും തുക ആ പേപ്പറിൽ എഴുത്. അതോടെ ജുവാൻ ആ പേപ്പറിൽ ഒരു വലിയ സംഖ്യ എഴുതി. പക്ഷെ അത് ഫലിച്ചില്ല. സംഖ്യ തെളിഞ്ഞു വന്നതേയുള്ളൂ. സുഹൃത്ത് പിന്നാലെ ജുവാനെ വഴക്കു പറഞ്ഞു. അധികം വൈകിയില്ല. അവർക്ക് വേണ്ടതൊക്കെ അവർ ഉണ്ടാക്കാൻ ആരംഭിച്ചു. ജുവാനും സുഹൃത്തും മികച്ചതെന്ന് കരുതി ചില വസ്ത്രങ്ങൾ വരെ വരച്ചെടുത്ത് അത് ധരിച്ചു. അത് ധനികരുടെ വസ്ത്രങ്ങളാണെന്നായിരുന്നു അവർ കരുതിയത്. പക്ഷേ കോമാളികളെപ്പോലാണ് അവർ കാണപ്പെട്ടത്. അങ്ങനെ പുറത്തേക്കിറങ്ങി അവരാകട്ടെ അവിടുത്തെ പ്രാദേശികരുടെ മുന്നിൽ അഹങ്കാരം കാണിക്കാൻ തുടങ്ങി. ജുവാൻ ഒരുപാട് പണമെടുത്ത് വീട്ടുടമസ്ഥന് നൽകിക്കൊണ്ട് പറഞ്ഞു, ഇതടുത്ത 100 വർഷത്തെ വാടകയാണ്. വീട്ടുടമസ്ഥൻ അത് കണ്ട് അത്ഭുതപ്പെട്ടു. ഇത്രയും പണം എവിടെ നിന്ന് അവന് കിട്ടിയെന്ന് അയാൾക്ക് മനസ്സിലായതേയില്ല. പക്ഷേ ജുവാന്റെ പരിപാടികൾ അവിടെയും തീർന്നിരുന്നില്ല. 3 ആഡംബര കാറുണ്ടാക്കി സുന്ദരികളായ പെൺകുട്ടികളോടൊപ്പം അവൻ സഞ്ചരിക്കാൻ തുടങ്ങി. അവന്റെ അയൽക്കാരും അത് കണ്ടു. പിന്നാലെ തന്റെ സ്വപ്ന കൊട്ടാരം വാങ്ങാൻ അവനൊരു പ്രമുഖ റിയൽ എസ്റ്റേറ്റ് കമ്പനിയിലേക്ക് പോയി. അവിടെ അവൻ എത്തുമ്പോ മുമ്പ് അവനെ അപമാനിച്ച് അവന്റെ മുൻകാമുകിയും അവളുടെ കാമുകനും അവിടെ ഉണ്ടായിരുന്നു. അവർ 15 മില്യന്റെ ഒരു വില്ല വാങ്ങാൻ വിലപേശി നിൽക്കുകയാണ്. അവിടെ എത്തിയതും ജുവാൻ അവിടുത്തെ സെക്രട്ടറിയോട് പറഞ്ഞു, എനിക്ക് നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടത്ത് 2 കൊട്ടാരങ്ങൾ വേണം. അത് കേട്ട് മുൻകാമുകിയും അയാളുടെ കാമുകനും അവനെ പുച്ഛിച്ചു നിന്നു. പക്ഷെ തൊട്ടുപുറകെ അവർ പറഞ്ഞ പണം ക്യാഷായി തന്നെ ജുവാൻ പേയ്മെന്റ് നടത്തി. അതുകണ്ട് അവിടുള്ള ഏവരും ഞെട്ടി. അതത്ര വലിയൊരു തുകയായിരുന്നു. അതൊക്കെ കണ്ടതും അവനെ ഉപേക്ഷിച്ചതിൽ ഗോൾഡ് ഡിഗറായ മുൻകാമുകിക്ക് വലിയ ഖേദം തന്നെ തോന്നി. അതേ രാത്രി ജുവാൻ ടിയാനെ താൻ വാങ്ങിയ തന്റെ പുതിയ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. എന്നിട്ട് ചോദിച്ചു, നീ ഇപ്പോൾ ഉള്ളത് എവിടാണെന്ന് ഊഹിക്കാമോ? ടിയാൻ പറഞ്ഞു, നീ 40 മില്യന്റെ ഒരു കൊട്ടാരം വാങ്ങിയതിനെ കുറിച്ച് നാട്ടിൽ മുഴുവൻ സംസാരമുണ്ട്. തന്റെ സർപ്രൈസ് പാഴായതിൽ ജുവാന് തെല്ല നിരാശ തോന്നി. എങ്കിലും അവൻ തന്റെ ആഘോഷങ്ങൾ തുടർന്നു. കൊട്ടാരത്തിലെത്തിയ അതിഥികൾ ടിയാന് കാഴ്ചയില്ലാത്തതുകൊണ്ട് പുതിയ കൊട്ടാരം അവൾക്ക് കിട്ടിയതിന്റെ പേരിൽ അവളെ അഭിനന്ദിക്കാൻ തുടങ്ങി. കൊട്ടാരത്തിലെ വിളക്കുകൾ മുതൽ അതിന്റെ മുഴുവൻ ഭംഗിയും ടിയാന് വിവരിച്ചു കൊടുക്കാൻ ജുവാൻ ഒരു പെൺകുട്ടിയെ ഏർപ്പാടാക്കിയിരുന്നു. പിന്നീട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ജുവാൻ ടിയാനോട് പ്രണയാഭ്യർത്ഥന നടത്തി. എന്നാൽ ടിയാൻ മറുപടിയൊന്നും പറഞ്ഞില്ല. അവൾ അവിടെ നിന്ന് തിരികെ നടന്നു. ജുവാൻ അത് കണ്ടതും അവളുടെ പിന്നാലെ ചെന്ന് ചോദിച്ചു, നിനക്കെന്നെ ഇഷ്ടമല്ലേ? ടിയാൻ പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. പിന്നെന്തിനാ നീ എന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അപമാനിച്ചത്? അത് നിന്റെ നല്ലതിനു വേണ്ടിയാണ്. നമ്മൾ വിവാഹം കഴിച്ച ജീവിതകാലം മുഴുവൻ നീ അപമാനിതനാകും. കാരണം ഞാനൊരു അന്ധയാണ്. നീയിപ്പോ ധനികനായ ഒരു വ്യക്തിയല്ലേ. ഞാനങ്ങനെ വലിയ ധനികനൊന്നുമല്ല. ഇതൊക്കെ എന്റെ കലയിൽ നിന്നുമുണ്ടായതാണ്. അവന്റെ ചിത്രങ്ങൾ വിറ്റ് പ്രശസ്തനായി എന്നായിരുന്നു ടിയാൻ കരുതിയത്. പിന്നാലെ ജുവാൻ അവളോട് മാന്ത്രിക പെൻസിലിന്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു. ടിയാൻ അത് കേട്ടപ്പോ പറഞ്ഞു, നീ പറയുന്നത് സത്യമാണെങ്കിൽ നിന്റെ പെൻസിൽ കൊണ്ട് എനിക്ക് കാഴ്ചയുണ്ടാക്കി തരൂ. എന്റെ കണ്ണുകൾ ജീവനുള്ള പോലെ വരയ്ക്കൂ. എനിക്ക് കാഴ്ച കിട്ടിയാലോ? അത് കേട്ടതും ജുവാന് അവൾ പറഞ്ഞ ആശയം ഇഷ്ടപ്പെട്ടു. അവൻ അവളെ കൂട്ടിക്കൊണ്ടുപോയി സുന്ദരിയായ പെൺകുട്ടിയുടെ കണ്ണുകൾ വരച്ചു. ആ കണ്ണുകൾ ടിയാന്റെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടും എന്നായിരുന്നു അവർ പ്രതീക്ഷിച്ചത്. പക്ഷേ ആ കണ്ണ് പ്രത്യക്ഷപ്പെട്ടതാകട്ടെ അവിടുണ്ടായിരുന്ന സുഹൃത്തിന്റെ തോളിലായിരുന്നു. അത് കാണാൻ തന്നെ വല്ലാതെ ഭീതിതമായിരുന്നു. പെട്ടെന്ന് തന്നെ ജുവാൻ ആ കണ്ണുകൾ മായ്ച്ചു കളഞ്ഞു. പിന്നീട് അവൻ ചിന്തിച്ചു, കണ്ണുകൾ മാത്രം വരച്ചോണ്ടല്ലേ അങ്ങനെ വന്നത്? ശരീരം മുഴുവൻ വരച്ചാൽ എന്താകും? അവർ പിന്നാലെ ടിയാന്റെ ശരീരം മുഴുവനായും വരയ്ക്കാൻ തുടങ്ങി. അവളുടെ കണ്ണുകളുടെ സ്ഥാനത്ത് ജീവസുറ്റ കണ്ണുകൾ വരച്ചു ചേർത്തു. ആ ചിത്രം പൂർത്തിയാകാൻ ഏകദേശം 5 മണിക്കൂർ എടുത്തിരുന്നു. അത് കഴിയുന്നവരെ ടിയാൻ അക്ഷമയോടെ കാത്തിരുന്നു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ജുവാൻ തന്നെ പരിഹസിക്കുകയാണ് എന്ന് കരുതി അവൾ ദേഷ്യത്തിൽ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അവൾ വാതിലിന് പുറത്തേക്ക് കടന്നയുടൻ പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും ജുവാൻ വരച്ചിരുന്ന ചിത്രത്തിൽ നിന്നും പുറത്തേക്കിറങ്ങുന്ന പോലെ അവൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഇത്തവണ അവൾ അങ്ങനെ വന്നപ്പോ അവൾക്ക് കാഴ്ച ലഭിച്ചിരുന്നു. ടിയാൻ അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെട്ടു. ജുവാൻ പറഞ്ഞത് സത്യമാണ് എന്നവൾക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. പിന്നാലെ ജുവാൻ അവളെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ചൈനയുടെ ഭംഗിയും അവിടുത്തെ കാര്യങ്ങളുമെല്ലാം ജുവാൻ ടിയാനെ ചുറ്റിക്കാണിച്ചു. നാളുകൾ നല്ല രീതിയിൽ മുന്നോട്ടു പോവാൻ തുടങ്ങി. ഒരു ടിക്ടോക്കറെ പ്രണയിച്ചിരുന്ന ജുവാന്റെ സുഹൃത്ത് അവളുമായി പ്രണയത്തിലായി. ജുവാൻ ആഗ്രഹിച്ചിരുന്ന പോലെ അവന്റെ ആർട്ട് എക്സിബിഷൻ നടന്നു. പിന്നാലെയാണ് ഒരു വിവരം ലോകത്തിൽ മുഴുവനായും അറിയുന്നത്. ഒരു നടിയുടെ സിനിമാ സെറ്റിൽ വെച്ച് അവളുടെ കാഴ്ച നഷ്ടപ്പെട്ടത്രേ. സംഭവം
വൈറലായി. നടിയുടെ കണ്ണുകൾക്ക് എന്തു പറ്റിയെന്നോർത്ത് ആളുകൾ അത്ഭുതപ്പെട്ടു. പിന്നാലെ ചില കാര്യങ്ങൾ കൂടി വെളിപ്പെടാൻ തുടങ്ങി. ജുവാന്റെ പക്കലുള്ള പണം ഏതോ ബാങ്കിൽ നിന്ന് കാണാതായ പണവുമായി ഒത്തുപോകുന്നുണ്ടായിരുന്നു. അതിന്റെ സീരിയൽ നമ്പറുകളടക്കം ഒന്നു തന്നെയാണ്. പക്ഷേ മോഷണത്തിനൊരു തെളിവുമില്ല. പോലീസാണെങ്കിൽ എല്ലാം കൊണ്ടും ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായി മാറിയിരുന്നു. പക്ഷേ ജുവാന്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ട് ജുവാന്റെ മുൻകാമുകിയുടെ കാമുകനും അവന്റെ എതിരാളിയുമായിരുന്ന ലീച്ചോങ് അതിലൊക്കെ അസൂയപ്പെട്ടു. ഒറ്റ രാത്രി കൊണ്ട് അവന്റെ ജീവിതം എങ്ങനെ മാറിമറിഞ്ഞു, ജുവാൻ എങ്ങനെ പണക്കാരനായി എന്ന സംശയത്തിൽ നിന്നും അവൻ ബാങ്ക് മോഷ്ടിച്ചിരിക്കും, അവൻ കള്ളനാണ് എന്ന മട്ടിലൊക്കെ അയാൾ പോലീസിനടുക്കൽ പറഞ്ഞു. അതോടെ പോലീസ് അതിനെപ്പറ്റി അന്വേഷിക്കാൻ തീരുമാനിച്ചു. ആർട്ട് ലേലത്തിനിടയിൽ വെച്ച് പോലീസുകാർ ജുവാനെയും സുഹൃത്തിനെയും അറസ്റ്റ് ചെയ്യാനെത്തി. അവിടെ ആളുകൾ ജുവാന്റെ ചിത്രങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ പോലീസിനോട് പറഞ്ഞു, ഞാൻ എവിടെ നിന്നും ഒന്നും മോഷ്ടിച്ചിട്ടില്ല. ഞങ്ങളുടെ പക്കൽ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് നൽകുന്ന ഒരു മാന്ത്രിക വിദ്യയുണ്ട്. അതുപയോഗിച്ചെല്ലാം ഉണ്ടാക്കിയതാണ്. അവർ തങ്ങളുടെ പെൻസിലിനെ പറ്റി ഒന്നും തന്നെ പറഞ്ഞതേയില്ല. പോലീസ് അത് തെളിയിക്കാൻ ഒരു ഫെരാരി കാർ ആവശ്യപ്പെട്ടു. ജുവാനും സുഹൃത്തും അതിന് സമ്മതിച്ചു. പക്ഷേ തങ്ങൾ മാന്ത്രിക വിദ്യ നടത്തുമ്പോൾ ആരും തങ്ങളെ നിരീക്ഷിക്കരുത്, ആരും തങ്ങളുടെ അടുത്തുണ്ടാവരുത് എന്ന് ജുവാനും മംഗളും പറയുകയും ചെയ്തു. പോലീസ് അത് അംഗീകരിച്ചു. കുറച്ചു കഴിഞ്ഞതും മാന്ത്രിക വിദ്യയുടെ റിസൾട്ട് അറിയാൻ പോലീസ് എത്തി നോക്കുമ്പോ പോലീസ് സ്റ്റേഷനകത്ത് അതാ ഒരു ചുവന്ന ഫെരാരി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. പോലീസ് അത്ഭുതപ്പെട്ടു. അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ജുവാന്റെയും കൂട്ടുകാരന്റെയും പേരിൽ മോഷണത്തിന് മറ്റ് തെളിവൊന്നുമില്ലാത്തതുകൊണ്ട് പോലീസുകാർ അവരെ വിട്ടയച്ചു. അന്ന് രാത്രിയിൽ ജുവാന്റെ വീടിന്റെ വാതിലിൽ ആരോ വന്നു മുട്ടി. പോലീസാണെന്ന് കരുതി അവൻ ഭയപ്പെട്ടെങ്കിലും ധൈര്യത്തോടെ വാതിൽ തുറന്നു. അവിടെ വന്നിരുന്നത് പണത്തോട് മാത്രം ആർത്തിയുണ്ടായിരുന്ന ജുവാനെ ഉപേക്ഷിച്ചു പോയ അവന്റെ മുൻകാമുകിയായിരുന്നു. അവളുടെ ബോയ്ഫ്രണ്ട് ലീച്ചോങ് ജുവാനോടുള്ള അസൂയമൂത്ത് അവളെ ഉപദ്രവിച്ചിരുന്നു. അന്ന് അവിടെ എത്തി അവൾ ജുവാനോട് സംസാരിക്കാൻ തുടങ്ങി. അവനെ ഉപേക്ഷിച്ച് പണത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചതിൽ അവൾ ജുവാനോട് മാപ്പ് ചോദിച്ചു. താൻ തന്റെ ബോയ്ഫ്രണ്ടിൽ നിന്ന് അകലാൻ പോവുകയാണ് എന്ന് അവൾ പറഞ്ഞു. പക്ഷേ അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നായിരുന്നു ജുവാൻ പറഞ്ഞത്. എന്റെ അച്ഛൻ ആശുപത്രിയിൽ കിടപ്പിലായിരുന്നതിനാലും പണത്തിനാവശ്യമുണ്ടായിരുന്നതിനാലും അവൾക്ക് അവളുടെ കാമുകൻ പണം നൽകി സപ്പോർട്ട് ചെയ്തപ്പോ ഞാൻ നമ്മുടെ ബന്ധത്തെ അവഗണിക്കുകയായിരുന്നു ചെയ്തത് എന്ന് ജുവാൻ പറഞ്ഞു. എന്നെ വിട്ടുപോയതിൽ കുറ്റബോധമൊന്നും തോന്നരുതെന്നും അവൻ ആവശ്യപ്പെട്ടു. പിന്നീട് അവൻ തന്റെ പഴയോർമ്മകളിൽ മുഴുകി നിന്നു. ആ സമയം അവൾക്കരികിൽ തനിക്ക് മാന്ത്രിക പെൻസിൽ കിട്ടിയ മുഴുവൻ കഥയും പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ജുവാൻ പിന്നീട് തന്റെ പെൻസിൽ കാണിക്കാൻ ആ പെട്ടി തുറന്നു. പക്ഷേ ഈ സമയം അവിടെ ജുവാൻ അറിയാതെ ഒന്ന് സംഭവിക്കുന്നുണ്ടായിരുന്നു. തന്റെ കാമുകിയുടെ വസ്ത്രത്തിൽ ലീച്ചോങ് ഒരു രഹസ്യ ക്യാമറ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ജുവാനുമായുള്ള അവളുടെ സംസാരത്തിൽ നിന്നും ജുവാന്റെ രഹസ്യങ്ങൾ ലീച്ചോങ് മനസ്സിലാക്കിയെടുത്തു. ഇതേസമയം മറുവശത്ത് ഓട്ടോ എക്സ്പോയിൽ പ്രദർശിപ്പിച്ചിരുന്ന ഒരു പുതിയ ഫെരാരി കാണാതായതിനെ കുറിച്ചുള്ള റിപ്പോർട്ട് പോലീസിന് ലഭിച്ചു. കൂടുതൽ പരിശോധിച്ചപ്പോ ജുവാൻ സ്റ്റേഷനകത്ത് സൃഷ്ടിച്ച അതേ കാറാണ് കാണാതായത് എന്ന് വ്യക്തമായി. അതോടെ പോലീസ് ഓഫീസർ നേരെ ജുവാന്റെ വീട്ടിലേക്ക് വന്നു. ആ മാന്ത്രിക പെൻസിൽ ആവശ്യപ്പെട്ടു. അത് തന്നില്ലെങ്കിൽ അവരെ കള്ളന്മാരായി മുദ്രകുത്തും എന്ന തരത്തിൽ ആ ഓഫീസർ മുന്നറിയിപ്പ് നൽകി. എന്നാൽ മാന്ത്രിക വിദ്യക്കെതിരെ നിയമങ്ങളൊന്നുമില്ലാത്തതുകൊണ്ട് പെൻസിൽ ഞങ്ങൾക്ക് നൽകിയാൽ അവർക്കെതിരെ കേസുകളൊന്നും എടുക്കില്ല എന്ന ഓഫീസർ പറയുകയും ചെയ്തു. അതോടെ ഒരു നിമിഷം പോലും ആലോചിക്കാതെ ജുവാൻ തന്റെ മാന്ത്രിക പെൻസിൽ നൽകാൻ തയ്യാറായി. പക്ഷേ പ്രശ്നം എന്തെന്നാൽ അപ്പോഴേക്കും ആ മാന്ത്രിക പെൻസിൽ ജുവാനടുക്കൽ നിന്ന് മോഷണം പോയി കഴിഞ്ഞിരുന്നു. ലീച്ചോങ് ആയിരുന്നു അത് മോഷ്ടിച്ചത്. അയാൾ അത് തന്റെ അസിസ്റ്റന്റുമാരോടൊപ്പം ഉപയോഗിക്കാൻ ആരംഭിച്ചിരുന്നു. ലീച്ചോങ് ആ പെൻസിൽ ഉപയോഗിച്ച് അയാൾ എപ്പോഴും സ്വപ്നം കണ്ടിരുന്നതുപോലെ ഒരു വലിയ ആർട്ട് ഗാലറി നിർമ്മിച്ചു. പിന്നീട് അവൻ രാജകീയ വസ്ത്രങ്ങളും ചൈനയുടെ പഴയ സാമ്രാജ്യത്തെ കൊട്ടാരം പോലെയുള്ള ഒന്ന് രൂപകൽപ്പന ചെയ്യുകയും ചെയ്തു. അതാകട്ടെ ചൈനീസ് പൈതൃകത്തിന്റെ അനുകരണമായിരുന്നു. ഇതിനെ ചോദ്യം ചെയ്ത് അയാളുടെ കാമുകിയെ അയാൾ കെട്ടിയിട്ട് പീഡിപ്പിച്ചു. പിന്നീട് ഒരു മാഗസിൻ കവറിലെ സുന്ദരിയായ പെൺകുട്ടിയെ വരച്ച് അവളെ വിവാഹം കഴിക്കാനായി ശ്രമിച്ചു. ബ്യൂട്ടി കണ്ടസ്റ്റിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ആ പെൺകുട്ടി പെട്ടെന്ന് അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും ലീച്ചോങ്ങിന്റെ ലോകത്തെത്തുകയും ചെയ്യുകയായിരുന്നു. ലീച്ചോങ്ങിന്റെ ഈ പ്രവൃത്തികൾ കാരണം പോലീസ് എളുപ്പത്തിൽ ലീച്ചോങ്ങിനടുത്തെത്തി. പിന്നാലെ പോലീസ് ഓഫീസർ കാര്യങ്ങൾ ലീച്ചോങ്ങിനോട് വിശദീകരിച്ചു. ഈ പെൻസിലിൽ നിങ്ങൾ വരയ്ക്കുമ്പോൾ അത് തനിയെ നിർമ്മിക്കപ്പെടുന്നതല്ല, മറിച്ച് ലോകത്തിൽ മറ്റെവിടത്തെവിടെയെങ്കിലും ഉള്ള കാര്യം അവിടെ നിന്നും മോഷ്ടിക്കപ്പെടുകയാണ്. അതാണ് ഇവിടെ നിങ്ങളുടേതായി പ്രത്യക്ഷപ്പെടുന്നത്. അതായത് നിയമം കൊണ്ട് സ്ഥാപിക്കാൻ പറ്റില്ലെങ്കിലും നിങ്ങൾ പ്രവർത്തിക്കുന്നത് മോഷണം തന്നെയാണ്. പക്ഷേ ലീച്ചോങ് ആകട്ടെ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും താൻ വെറുതെ ഓരോന്ന് വരയ്ക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നുമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ആ സമയം പോലീസ് വരില്ലാത്ത പുതിയൊരു ഗ്രഹം നമുക്കുണ്ടാക്കാം
എന്നവന്റെ അസിസ്റ്റന്റ് നിർദ്ദേശിച്ചു. പിന്നാലെ അവൻ ആ പെൻസിൽ വെച്ച് ഒരു അന്യഗ്രഹ ബഹിരാകാശ പേടകം വരച്ചു. പെട്ടെന്നാണ് ആ ഒരു അന്യഗ്രഹ ബഹിരാകാശ പേടകം അവിടെ പ്രത്യക്ഷപ്പെട്ടത്. അന്യഗ്രഹ ജീവികൾ ദേഷ്യത്തോടെ താഴേക്കിറങ്ങി വന്നു. തങ്ങളെ ആരാണ് വിളിച്ചു വരുത്തിയതെന്നും തങ്ങളുടെ ഉപകരണം എവിടെയാണെന്നും അവർ ചോദിച്ചു. എല്ലാവരും അത് കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. ലീച്ചോങ് ആകട്ടെ ഒരു ടാങ്ക് വരച്ച് അതിൽ തന്റെ അസിസ്റ്റന്റുമാരോടൊപ്പം കയറി അന്യഗ്രഹ ജീവികൾക്ക് നേരെ പീരങ്കി തിരിച്ചു. പക്ഷേ അന്യഗ്രഹ ജീവികൾ തങ്ങളുടെ പവർ ഉപയോഗിച്ച് എളുപ്പത്തിൽ ആ ടാങ്കിന്റെ വെടിയുതിർക്കുന്ന ഭാഗം അവർക്ക് നേരെ തന്നെ തിരിച്ചുവിട്ടു. അവർ അത്രമേൽ സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഉള്ളവരായിരുന്നു. വൈകാതെ അവർ ലീച്ചോങ്ങിനെ പിടികൂടി ശിക്ഷയായി മർദ്ദിക്കാനും തുടങ്ങി. ഒടുവിൽ ലീച്ചോങ് കീഴടങ്ങുകയും മാന്ത്രിക പെൻസിൽ തിരികെ നൽകുകയും ചെയ്തു. പക്ഷേ അവരുടെ ആ ഉപകരണം ഒരു പെൻസിൽ പോലെ മാറ്റിയിരിക്കുന്നത് കണ്ട് ഒരു അന്യഗ്രഹ ജീവിക്ക് കടുത്ത ദേഷ്യം വന്നു. അവനത് ലീച്ചോങ്ങിന്റെ മുഖത്തിന് നേരെ പിടിച്ച് ഇതെങ്ങനെ ഇങ്ങനെയായി എന്ന മട്ടിൽ ചോദിക്കാൻ തുടങ്ങി. ആ സമയം അങ്ങോട്ടേക്ക് എത്തിയിരുന്ന ജുവാൻ മുന്നോട്ട് വന്ന് പറഞ്ഞു, ഞാനാണ് ഈ ഉപകരണം പെൻസിൽ പോലെയാക്കിയത്. ലീച്ചോങ്ങിന് ഇതിൽ പങ്കൊന്നുമില്ല. ജുവാന്റെ സത്യസന്ധതയിലും ഏറ്റുപറച്ചിലും അന്യഗ്രഹ ജീവിക്ക് മതിപ്പ് തോന്നി. ഈ ഗ്രഹം നന്മയും തിന്മയും നിറഞ്ഞ തങ്ങളുടെ ഗ്രഹത്തെപ്പോലെ തന്നെയാണ് എന്ന് അന്യഗ്രഹ ജീവി പറഞ്ഞു. അവർ തങ്ങളുടെ ഉപകരണവുമായി സമാധാനത്തോടെ മടങ്ങാൻ തീരുമാനിച്ചു. എന്നാൽ പോകുന്നതിനു മുമ്പ് ജുവാൻ അവരോടൊരു അവസാന സഹായം ആവശ്യപ്പെട്ടു. ഈ പേന കൊണ്ടുണ്ടായ എല്ലാ കാര്യങ്ങളും അതിന്റെ യഥാർത്ഥ സ്ഥാനത്തേക്ക് തന്നെ തിരിച്ചയക്കണം, എല്ലാം മായ്ച്ചു കളയണം എന്നായിരുന്നു അവൻ പറഞ്ഞത്. അന്യഗ്രഹ ജീവി അത് സമ്മതിച്ചു. അതോടെ എല്ലാം പഴയ പോലായി മാറി. ടിയാന് വീണ്ടും അന്ധത ബാധിച്ചു. ലീച്ചോങ്ങിന്റെ വസ്ത്രങ്ങളടക്കം എല്ലാം പഴയതുപോലായി. ജുവാന്റെ കാര്യവും വ്യത്യസ്തമായിരുന്നില്ല. അപ്പോഴാണ് അങ്ങോട്ടേക്ക് കൂടുതൽ പോലീസും ഹെലികോപ്റ്ററും ഒക്കെ വരുന്നത് അന്യഗ്രഹ ജീവികൾ കാണുന്നത്. അവരുടെ ബഹിരാകാശ പേടകവും അതിനോടകം തിരികെ പോയിരുന്നു. അതുകൊണ്ട് മനുഷ്യരിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ വേഗത്തിൽ ഓടാൻ തുടങ്ങി. ഇതേ സമയം അങ്ങോട്ടേക്കെത്തിയ പോലീസുകാർ മാഗസിനിൽ നിന്ന് മോഷ്ടിച്ച ബ്യൂട്ടി ക്വീനെ തട്ടിക്കൊണ്ടുപോയി എന്ന കുറ്റം ആരോപിച്ച് ലീച്ചോങ്ങിനെയും അസിസ്റ്റന്റുമാരെയും അറസ്റ്റ് ചെയ്തു. ലീച്ചോങ്ങിന്റെ കാമുകി ജുവാനോട് മാപ്പ് ചോദിച്ചു. തന്റെ വസ്ത്രത്തിൽ ക്യാമറ ഉണ്ടായിരുന്നു എന്ന കാര്യം തനിക്കറിയില്ലായിരുന്നു എന്നവൾ പറഞ്ഞു. എന്തായാലും അതോടെ പ്രശ്നങ്ങൾ തൽക്കാലത്തേക്ക് അവസാനിക്കുകയായിരുന്നു. എല്ലാവരും അവരുടെ സാധാരണ ജീവിതങ്ങളിലേക്ക് മടങ്ങി. ആ ദൃശ്യങ്ങളിൽ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ഒരു ഫാന്റസി ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.